പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്നാണ് ന്യൂസ് മോർണിംഗ് പരിശോധിക്കുന്നത്. അമേരിക്ക നാവിക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹോർമുസിൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. സൈനിക കപ്പലുകൾ ഹോർമുസിലേക്ക് വന്നാൽ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. മറ്റ് കപ്പലുകൾക്ക് അനുമതിയോടെ പോകാമെന്നും ഇറാൻ സേന വ്യക്തമാക്കി. ഇറാൻ തുറമുഖത്തേക്കും തിരികെയുമുള്ള മുഴുവൻ സമുദ്ര ഗതാഗതവും ഇന്ന് രാത്രിയോടെ തടയുമെന്ന് US സൈന്യം അറിയിച്ചു. ആവശ്യമെങ്കിൽ വെടിനിർത്തൽ ലംഘിച്ച് പരിമിതാക്രമണത്തിനും അമേരിക്ക ഒരുങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. സമ്മർദ്ദങ്ങളിൽ പതറില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ പറയുന്നു. ഇറാൻ നിയമവിരുദ്ധമായി കരം നൽകി പോകുന്ന ഒരു കപ്പലിനും അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ സുരക്ഷയുണ്ടാകില്ല എന്ന് പറഞ്ഞ ട്രംപ് ഇറാനെ ഒറ്റ ദിവസം കൊണ്ട് കൈക്കലാക്കുമെന്നും താക്കീത് നൽകി. അതേസമയം എണ്ണവില വീണ്ടും $100 മുകളിലേക്ക് കടന്നിരിക്കുന്നു. ഹോർമുസ് സംഘർഷം കനത്തതോടെയാണ് വില വർധനയുണ്ടായിരിക്കുന്നത്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിലും ഇപ്പോഴിതാ വെടിനിർത്തൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളിലും ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹോർമുസ് തുറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ അതിൽ തന്നെ കൃത്യമായൊരു തീരുമാനമുണ്ടാകാതെ ചർച്ചയ്ക്ക് അലസിപ്പിരിഞ്ഞ ഘട്ടത്തിൽ വീണ്ടും ആക്രമണങ്ങൾ, ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ ലംഘിച്ച് ആക്രമണങ്ങൾ തുടങ്ങുമോ എന്നുള്ള ഒരു ഭയാശങ്കയിൽ ലോകം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും വളരെ സ്വതന്ത്രമായിട്ട് കപ്പലുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഹോർമുസിലേത്. അതാണിപ്പോൾ ഏറ്റവും വലിയ സങ്കീർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് ഭരണകൂടം മാറ്റിയിരിക്കുന്നത്. കാരണം യുദ്ധത്തിന് മുമ്പുള്ള ഒരു സാഹചര്യം ഒരു കപ്പലുകൾക്കും അവിടെ തടസ്സമുണ്ടായിരുന്നില്ല. ലോകത്തെ എല്ലാ ചരക്ക് കപ്പലുകളും വളരെ സുഗമമായി കടന്നുപോയ ഒരു കപ്പൽ പാതയിലാണ് ഇപ്പോൾ. എന്താണ് താൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ട്രംപിന് പോലും വ്യക്തതയില്ല. കാരണം ഇന്നലെയാണ് നാവിക ഉപരോധം ട്രംപ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന പ്രഖ്യാപന പ്രകാരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 മണിയോടുകൂടിയാണ് ഇറാന്റെ തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകൾക്കും മടങ്ങുന്ന കപ്പലുകൾക്കും പൂർണ്ണമായിട്ടും വിലക്കേർപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനം കൂടി ട്രംപ്, അതായത് അമേരിക്കൻ സൈന്യം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ഇറാന്റെ എണ്ണ വിൽപ്പന പൂർണ്ണമായിട്ടും തടയുക, അതിനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കുന്നത്. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റ് പല കപ്പലുകൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു അനുമതി ഇറാൻ നൽകിയിരുന്നു. ആ അനുമതിയും ഫലത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അത് ആഗോള വിപണിയെ, ഊർജ്ജ സുരക്ഷയെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇറാൻ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് $1 ലിറ്റർ പെട്രോളിന് $5 മുതൽ $6 വരെ അമേരിക്കൻ ജനത നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ട്രംപ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. തങ്ങൾ ആ ചെറുത്തുനിൽപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അമേരിക്ക ഏത് രീതിയിലുള്ള സമ്മർദ്ദം പ്രകടിപ്പിച്ചിട്ടും കാര്യമില്ല. തങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു. അല്പം മുമ്പ് ട്രംപ് നടത്തിയിരിക്കുന്ന പ്രതികരണം പ്രകാരം ഇറാനിന് ചർച്ചയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും തന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. നിലവിലുള്ള ഒരു അവസ്ഥ ഹോർമുസിലേത് അധികകാലം അങ്ങനെ തുടരില്ല. ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ മാറ്റങ്ങൾ എങ്ങനെ, ഏത് സ്വഭാവത്തിൽ എന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ട്രംപിന് പോലും നൽകാൻ പറ്റുന്നില്ല. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പൽ പോലും കടന്നു പോകാത്ത സാഹചര്യം ഉണ്ടാവും. ഇനി അത് ചെങ്കടലിലെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള ബാബുൽ മന്ദബിലേക്ക് കൂടി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്തർദേശീയ സമൂഹം അല്ലെങ്കിൽ ലോക സമ്പദ്ഘടന വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങും. പക്ഷേ എന്താണ് ട്രംപ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമിടുന്നത്? കാരണം ഇറാനുമായിട്ട് ഇനി ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സ്ഥിതി അങ്ങനെ തന്നെ തുടരുന്നതിന് താൻ എതിരാണെന്ന് പറയുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള അതേ കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഈ സ്ഥിതിഗതികൾ മാറ്റാനുള്ള ഒരു നീക്കവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നേരത്തെ പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഈ മാസം 22 വരെ ഉണ്ടാവും. അതിൽ മാറ്റമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ആ 2 ആഴ്ച കഴിഞ്ഞാലുള്ള നീക്കം എന്തായിരിക്കും? കൂടുതൽ സൈനികമായ നടപടികൾക്ക് ട്രംപ് ഭരണകൂടം മുതിരുമോ? അത്തരമൊരു നീക്കം ഉണ്ടായാൽ ഇറാൻ വെറുതെ ഇരിക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഉയരുന്നത്. എന്തായാലും ലോക സമ്പദ്ഘടനയെ, ലോക ഊർജ്ജ സുരക്ഷയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഇറക്കുമതി രാജ്യങ്ങൾ, അതോടെ തന്നെ മേഖലയിലെ രാജ്യങ്ങളും വളരെ ഗുരുതരമായി തന്നെ അവർ ബാധിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു നാവിക ഉപരോധം അത് എല്ലാ ലോക രാഷ്ട്രങ്ങളെയും അതിഗുരുതരമായി തന്നെ ബാധിക്കാൻ പോവുക
പോവുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ. അപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷത്തിന്റെ ഭാവി ഇനി എന്താകും? ഉടനെയുള്ള ആക്രമണം ഇനി തുടരുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനിടയിൽ വലിയ ആശങ്കയിൽ തന്നെ ലോകം തുടരുകയാണ്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമോ എന്നൊരു ആശങ്ക പോലും നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് MC നാസർ.